1.5 ഏക്കറിലെ പപ്പായത്തോട്ടം നമുക്കിന്ന് കണ്ടാലോ. ഈ പറഞ്ഞ ഒരു കുറ്റപ്പെടുത്തേണ്ട കാര്യമല്ല. പൈസ വെറുതെ എന്തിനുകൊണ്ട് കളയുന്നു. പിന്നെ ഇതിനെ പുറകെ നടക്കുക. ഞാനും ഇവളും കൂടെ ഇവിടെ ടീച്ചറാണ്, ഓൺ സ്കൂളിൽ നിന്ന് റിട്ടയർ ചെയ്തു. അപ്പോൾ റിട്ടയർ ചെയ്തുകൊണ്ട് അവൾക്ക് കുറച്ച് സമയമുണ്ട്. രാവിലെ ഞാനില്ലെങ്കിൽ അയാൾ ഒന്ന് നോക്കി ഈ വെള്ളമൊക്കെ ഈ ട്രിപ്പ് ആയതുകൊണ്ട് എല്ലാത്തിൻ്റെ കൂടെ വരുന്നുണ്ടെങ്കിൽ ഒരു അഡീഷണൽ ട്രിപ്പ് കംപ്ലീറ്റ് നടന്നു ചെയ്യുക. ട്രിപ്പ് ഈ തുള്ളിജലമാണ്, തുള്ളിജല രീതിയാണ്. അപ്പൊ ഇതില് ഓരോ വെള്ളം വന്നാലും ഇത് ഓട്ടോമാറ്റിക്കലി ചെറിയ സുഷിരമല്ലേ അടഞ്ഞു. ഓര് വരാതിരിക്കാൻ വേണ്ടി കിണറ്റിൽ നിന്നും ഒരു ഇത് വെച്ചിട്ടുണ്ട്, ഇത് അരിക്കാൻ വേണ്ടി. പക്ഷെ തോടിൽ നിന്നത് ഇപ്പൊ അരിക്കാതെയാണ് വരുന്നത്, തോട്ടിൽ നിന്ന് ഞാൻ അടിക്കുന്നത്. അപ്പം കുറച്ചൊക്കെ പകുതിക്കുള്ള അടഞ്ഞുകൊണ്ട് അഡീഷണൽ ആയിട്ട് കുറച്ചുകൂടി വെള്ളം കിട്ടുന്ന ഒരെണ്ണം കൂടി ഞാനിത് ഫിറ്റ് ചെയ്യാൻ വേണ്ടി എനിക്ക് ട്രിപ്പ് ചെയ്തു തന്ന ആളോട് പറഞ്ഞിരിക്കും. മഴ മാറിയാടുന്നത് കൂടി ചെയ്യും. മഴയുള്ളതുകൊണ്ട് ഇപ്പൊ പ്രശ്നമില്ല. ഈ മഴ ഉള്ളതുകൊണ്ട് എനിക്ക് ഒരാഴ്ചത്തേക്ക് വെള്ളത്തിന് പ്രശ്നമില്ല. പക്ഷെ ടൈമറുണ്ട്, എല്ലാ ദിവസവും ട്രിപ്പിൽ നിന്നും കൂടെ വരും. കറണ്ട് ചാർജ് ഒന്നും ഇല്ല. അപ്പൊ ഇത് ചെയ്യാൻ വേണ്ടി നമുക്ക് ആൾക്കാരെ ഒരുപാട് വേണ്ടി വന്നു. എനിക്ക് ഞാൻ ആദ്യം കിളക്കിയിട്ടത് ഹിറ്റാച്ച് ചെയ്തു, ഒരിടം കിളച്ച്. എന്നിട്ട് തട പിടിച്ചതും ബാക്കിയുള്ള പണികളെല്ലാം ചെയ്തത് ലേബർക്ക്, തൊഴിലാളികളാണ്, കർഷക തൊഴിലാളികൾ. എനിക്കെല്ലാം കൂടി ഒരു 80 പേരുടെ എല്ലാം 80 പേരുടെ ലേബറായിരുന്നു ഇതുവരെ. കാരണം എൻ്റെ കിളയ്ക്കുക, തടം പിടിക്കുക, കുഴിയെടുക്കുക, കുഴിയെടുത്തതിന് ശേഷം തൈ നടുക, തൈ നട്ടിട്ട് ഈ മച്ച് ഷീറ്റൊക്കെ വിരിക്കുക, എന്നിട്ട് വീണ്ടും ഇടയ്ക്ക് ചെറുതായിട്ടൊന്ന് മണ്ണളയി കൊടുക്കുക. പിന്നെ കള വന്നപ്പോൾ ഈ സൈഡിൽ കള വന്നപ്പോൾ കളയെടുക്കുക. ഇതിനെല്ലാം കൂടി 80 പേരുടെ ലേബർ എനിക്കായി. പിന്നെ ഒരു ഇതിനാ എനിക്ക് ഞാൻ പറഞ്ഞ എനിക്കൊരു 2,60,60,000 രൂപ എല്ലാം കൂടി ട്രിപ്പ്, ലേബർ, വിത്ത്, നടിയിൽ വസ്തു എല്ലാത്തിനും കൂടെ ഞാൻ എഴുതിയിട്ടിട്ടുണ്ട്. ഞാൻ 6 ലക്ഷം രൂപയെങ്കിലും ഇതിൽ വരുമാനം പ്രതീക്ഷിക്കും. ഇപ്പൊ നമുക്ക് ഇപ്പൊ ഒരു ഇൻവെസ്റ്റ്മെന്റ് നമ്മൾ കഴിഞ്ഞു. ഇനിയിപ്പം എന്തുവാ നമ്മളെ വളവും കാര്യങ്ങളും ഇടയ്ക്കിടയ്ക്ക് ഒരു അല്പം ഫാക്ടർ ഫോഴ്സ് കൊടുക്കണമെന്നുണ്ട്. മഴയായതുകൊണ്ട് ഇനി ഫാക്ടർ ഫോഴ്സ് കൊടുക്കാൻ കുറച്ച് ഫാക്ടർ ഫോഴ്സ് ഒരാളെ നിർത്തി ഫാക്ടർ ഫോഴ്സ് കിട്ടിക്കണം. പിന്നെ ഈ മഴ വന്നതുകൊണ്ട് തന്നെ ഇനി കീടങ്ങളുടെ ഒരു ശല്യം വരും. അപ്പൊ അതിനു വേണ്ടി ഒരു എന്തെങ്കിലും വേപ്പെണ്ണയോ നന്നായിട്ട് സ്പ്രേ ചെയ്യണം. ഈ കീടങ്ങളെ അടിക്കാനൊക്കെ ഞാൻ ലേബറേഴ്സിനാണ് ആശ്രയിക്കുന്നത്. ചെറിയ കാര്യങ്ങളൊക്കെ ഞാൻ ചെറിയ അത്യാവശ്യമുള്ള ചുവട്ടിലെ പുല്ലൊക്കെ പുഴു കളയുക, ചെറിയ വളം കൊടുക്കുക, അതെല്ലാം ഞാൻ ചെയ്യും. പക്ഷേ പ്രധാനപ്പെട്ട ടെക്നിക്കലായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ തൊഴിലാളിയാണ്. ഈ ജോലി അറിയാവുന്ന ഒരാളെനിക്ക് സഹായിയായിട്ടുണ്ട്. ഞാൻ പൂട്ടിയിട്ടൊക്കെ പോകുന്നതുകൊണ്ട് വലിയ മറ്റ് ശല്യങ്ങളൊന്നുമില്ല. അല്ലെങ്കിൽ ഒരാളെ താമസിപ്പിക്കേണ്ടി വന്നേ. മാർക്കറ്റൊക്കെ കിട്ടുമെന്നാണ് എൻ്റെ വിശ്വാസം. ഈ പന്നി ശല്യം അങ്ങനെ പന്നിയുണ്ട്. പന്നി ഈ പ്രദേശത്തും പന്നിയുണ്ട്. പന്നിയും 2-3 കുട്ടികളും കൂടി ഒരു ദിവസം ഇതിനകത്ത് കയറി കളയും. ഒരു തൊട്ടടുത്തൊരു അമ്പലം ഉള്ളതുകൊണ്ട് അവരപ്പം വിളിച്ച് പറഞ്ഞു ഞങ്ങളെല്ലാവരും അങ്ങനെ ഇറങ്ങിയിട്ട് ഇപ്പൊ പന്നി കയറാതിരിക്കാൻ വേണ്ടി ഉള്ളൊരു ക്രമീകരണം ഞാൻ വരുത്തിയിട്ടുണ്ട്. ഈ വാതിലിന്റെ താഴെ കൂടെ കുറച്ച് സ്പേസ് വേണം, അതിൽ കൂടെ കയറിയാണ് ഒരു പന്നി 2 കുട്ടികളുണ്ട്. അതിനുശേഷം പിന്നെ വന്നിട്ട് യൂട്യൂബിൽ സബ്സ്ക്രൈബേഴ്സ് ഉണ്ടോ? നമ്മൾ സ്റ്റാർട്ട് ചെയ്തേ ഉള്ളൂ. ടൈപ്പിലുള്ള കൃഷിയും നമ്മൾ നോക്കണം. ഒരു വെറൈറ്റി ആണ് നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത്. ഇത് ടൗൺ ആയതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് മാർക്കറ്റെല്ലാം കിട്ടും. നമ്മളിതിനെ മാക്സിമം പ്രൊമോട്ട് ചെയ്യണം. ഇപ്പോൾ ഞാനിത് സത്യസന്ധമായിട്ടാണ് പറഞ്ഞത്. ഇപ്പം കുറച്ചുകൂടി നിങ്ങളൊന്ന് ബൂസ്റ്റ് ചെയ്ത് ഇതൊരു താല്പര്യം വരത്തക്ക തരത്തിലുള്ള ഒരു സംഗതി സ്റ്റോറി നിങ്ങൾ ചെയ്യും. കഴിയുമ്പോൾ നല്ല കളറാവും. ഇത് നേരെ മറിച്ച് നമ്മൾ കുറച്ചുകൂടെ ഫാക്ടം ഫോസോ എല്ലാം കൊടുത്തിരുന്നെങ്കിൽ ഇത് ഈ കായ ഇരട്ടിയായി. അതുകൊണ്ടല്ല, അതൊരു ഒരാഴ്ചക്ക് മുമ്പേ ചെറിയ ഇതുപോലെ വന്നതാണ്. ഒരാഴ്ച കഴിയുമ്പോൾ ഇത് ആ ടൈപ്പ് ആവും. അതുകൊണ്ട് ആ കാണുന്ന വരെ രൂപത്തിൽ ഒന്ന് കുറച്ചുകൂടെ പഴുക്കും. ഇതല്ല 3 പഠിച്ചു വരിക.
കൂടാ. ഇത് ഏതാണ്ട് എല്ലാം പഴുത്ത് വരിക, 3 പഴുത്ത് വരിക. അങ്ങേറ്റത്തെ മരത്ത് പോയി, ഇതാണ് ഏറ്റവും സൈസുള്ള മരം. അങ്ങേറ്റം നിൽപ്പുണ്ട്, നല്ല നീളത്തിൽ, നല്ല ഒരു 2 കിലോ ഒക്കെ വരും.